ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മർദ്ദം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പം മർദ്ദം അളക്കാം എന്ന് പറയുന്ന ഭാഗമാണ് നോക്കുന്നത്. അപ്പം അതിൽ ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 ചിത്രങ്ങളിലും ഒരേപോലുള്ള കോൺക്രീറ്റ് സ്ലാബുകളാണ് വെച്ചിരിക്കുന്നത് 2 രീതിയിലാണ്. ഒരു ചിത്രത്തിൽ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതിൽ നിന്നും നേരെ തല തിരിച്ചാണ് അടുത്ത ചിത്രത്തിൽ വെച്ചിരിക്കുന്നത്. ഈ സ്ലാബുകൾ നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ക്യൂബുകൾ വെച്ചിട്ടാണ്. അപ്പം ഓരോ ക്യൂബിൻ്റെയും ഭാരം എന്ന് പറയുന്നത് 18 ന്യൂട്ടണാണ്. പിന്നെ ക്യൂബിൻ്റെ ഒരു വശത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 0.36 മീറ്റർ സ്ക്വയർ ആണ്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം ആദ്യം തന്നെ മണലിൽ അനുഭവപ്പെടുന്ന ബലമാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലാബ് 1ഉം സ്ലാബ് 2ഉം. സ്ലാബ് 1ൻ്റെ കേസിലും സ്ലാബ് 2ൻ്റെ കേസിലും മണലിൽ അനുഭവപ്പെടുന്ന ബലം തുല്യമായിരിക്കും. കാരണം രണ്ടിലും അടങ്ങിയിരിക്കുന്ന ക്യൂബുകളുടെ എണ്ണം തുല്യമാണ്. 2ലും 10 ക്യൂബുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു ക്യൂബിൻ്റെ ഭാരം എന്ന് പറയുന്നത് 18 ന്യൂട്ടണാണ്. അപ്പോൾ 18 × 10 ചെയ്യുമ്പം 180 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ മണലിൽ അനുഭവപ്പെടുന്ന ബലം സ്ലാബ് 1ന് 180 ന്യൂട്ടണാണ്, സ്ലാബ് 2നും 180 ന്യൂട്ടണാണ്. ഇനി അടുത്തതായിട്ട് സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവാണ്. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 4 ക്യൂബിൻ്റെ പരപ്പളവ് സമ്പർക്കത്തിൽ വരുന്നുണ്ട്. അവിടെ 4 ക്യൂബിൻ്റെ പ്രതല പരപ്പളവ് മണലുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നുണ്ട്. അപ്പം ഒന്നിൻ്റെത് 0.36. അപ്പം മൊത്തം 0.36 × 4 ചെയ്യുമ്പോൾ 1.44 മീറ്റർ സ്ക്വയർ കിട്ടും. ഇനി രണ്ടാമത്തെ സ്ലാബാണെങ്കിൽ അവിടെ അടിയിൽ മണലുമായിട്ട് സമ്പർക്കത്തിലുള്ളത് ഒരൊറ്റ ക്യൂബ് മാത്രമാണ്. അപ്പോൾ ഒരു ക്യൂബിൻ്റെ പ്രതല പരപ്പളവ് മാത്രമേ മണലുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് എന്ന് പറയുന്നത് 0.36 മീറ്റർ സ്ക്വയർ ആണ്. ഇനി അടുത്തതായിട്ട് കാണേണ്ടത് യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ബലം ഡിവൈഡഡ് ബൈ പരപ്പളവ് സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ കേസിൽ സ്ലാബ് 1ൻ്റെ കേസിൽ 180/1.44 ചെയ്യുമ്പം 125 എന്ന് കിട്ടും. രണ്ടാമത്തെ കേസിലാണെങ്കിൽ 180 ഡിവൈഡഡ് ബൈ 0.36 ചെയ്യുമ്പം നമുക്ക് 500 എന്ന് കിട്ടും. അതാണ് സ്ലാബ് 1ൻ്റെ കേസിലും സ്ലാബ് 2ൻ്റെ കേസിലും യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം. അപ്പം ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിച്ചത് മണലിൽ അനുഭവപ്പെടുന്ന ബലമാണ്. ഈ ബലം മണലിൽ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഏത് ദിശയിലാണ്? ലംബമായിട്ടല്ലേ? ആ രീതിയിലല്ലേ ആ സ്ലാബ് വെച്ചിരിക്കുന്നത്? ലംബമായിട്ട് ബലം അനുഭവപ്പെടുന്ന രീതിയിലാണ് സ്ലാബ് വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ബലത്തിനെ വിളിക്കുന്ന പേരാണ് വ്യാപകമർദ്ദം. ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ബലത്തിനെ വിളിക്കുന്ന പേരാണ് വ്യാപകമർദ്ദം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ വ്യാപകമർദ്ദം എന്ന് പറയുന്നു. പിന്നെ നമ്മൾ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം കണ്ടുപിടിച്ചു. 2 സ്ലാബിൻ്റെ കേസിലും കണ്ടുപിടിച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് മർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം അതാണ് മർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. അപ്പം വ്യാപകമർദ്ദത്തിന് നമ്മൾ എഫ് വെച്ചും പരപ്പളവിന് എ വെച്ചും സൂചിപ്പിച്ചു കഴിഞ്ഞാൽ മർദ്ദം പി കണ്ടുപിടിക്കാനുള്ള സമവാക്യം P = F/A. മർദ്ദം എന്ന് പറയുന്നത് വ്യാപകമർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവാണ്. ഇപ്പം വ്യാപകമർദ്ദം എന്ന് പറയുന്നത് ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലം. അത് നമ്മളൊരു യൂണിറ്റ് പരപ്പളവിൽ പറയുകയാണെങ്കിൽ അത് മർദ്ദമാണ്. ഇനി നമുക്ക് മർദ്ദത്തിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വ്യാപകമർദ്ദത്തിൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ പരപ്പളവിൻ്റെ യൂണിറ്റാണ്. വ്യാപകമർദ്ദം എന്ന് പറയുന്നത് ബലമാണ്. അപ്പോൾ നമുക്കിവിടെ ന്യൂട്ടൺ എന്ന് കൊടുക്കാം. പരപ്പളവാകുന്ന സമയത്ത് അതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പം ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ, Nm/m². അപ്പം മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് Nm/m². മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് Nm/m². അതിൻ്റെ മറ്റൊരു പേരാണ് പാസ്കൽ.
പിന്നെ ഇവിടെ പറയുന്നത് 2 സ്ലാബുകളുടെ കേസിലും മണലിൽ പ്രയോഗിക്കുന്ന മർദ്ദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി ടേബിളിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. ടേബിളിൽ 3ാമതായിട്ട് നമ്മൾ കണ്ടത് യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ്, അതാണ് മർദ്ദം. അപ്പോൾ ആ കണ്ടുപിടിച്ച് താഴേക്ക് എടുത്ത് എഴുതാനേ ഉള്ളൂ. സ്ലാബ് 1 പ്രയോഗിക്കുന്ന മർദ്ദം എന്ന് പറയുന്നത് 125 Nm/m², അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു യൂണിറ്റ് പാസ്കൽ, 125 പാസ്കൽ. സ്ലാബ് 2 പ്രയോഗിക്കുന്ന മർദ്ദം എന്ന് പറയുമ്പോൾ ടേബിളിൽ നമ്മൾ ഓൾറെഡി കണ്ടുവെച്ച് 500 Nm/m², അല്ലെങ്കിൽ 500 പാസ്കൽ. ഇനി ഇവിടെ മറ്റൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു കോൺക്രീറ്റ് കട്ടയാണ്, അത് മണലിൽ 3 രീതിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ 3 വ്യത്യസ്ത പ്രതലങ്ങൾ മണലുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന 3 രീതിയിൽ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഏത് രീതിയിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ മർദ്ദം മണലിൽ അനുഭവപ്പെടുക? അപ്പം കൂടുതൽ മർദ്ദം, പരപ്പളവും മർദ്ദവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പരപ്പളവ് കൂടുന്ന സമയത്ത് മർദ്ദം കുറയും, പരപ്പളവ് കുറയുന്ന സമയത്ത് മർദ്ദം കൂടും. അപ്പം മർദ്ദം കൂടുതലായിരിക്കുന്ന സമയത്ത് പരപ്പളവ് കുറവായിരിക്കും. അപ്പം ഈ 3 സന്ദർഭങ്ങളിൽ ഏത് സന്ദർഭത്തിലാണ് പരപ്പളവ് കുറവ് എന്ന് നോക്കിയാൽ മതി. ഏറ്റവും കുറവ് പരപ്പളവ് മണലുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് ഏതിലാ? 2ാമത്തെ കേസിലാണ്. 2ാമത്തെ രീതിയിൽ വെച്ചിരിക്കുമ്പോഴാണ് മണലുമായിട്ട് സമ്പർക്കത്തിലുള്ള പരപ്പളവ് കുറവ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ മർദ്ദം കൂടുതലായിരിക്കും. ഏത് രീതിയിൽ വയ്ക്കുമ്പോഴായിരിക്കും കോൺക്രീറ്റ് കട്ട മണലിലേക്ക് കൂടുതൽ താഴുന്നത്? എന്തുകൊണ്ട്? മർദ്ദം കൂടുന്ന സമയത്തായിരിക്കൂലേ കോൺക്രീറ്റ് കട്ട മണലിലേക്ക് കൂടുതൽ താഴുക. മർദ്ദം കൂടുന്നത് നമ്മളിപ്പം പറഞ്ഞു, 2ാമത്തെ കേസിലായിരിക്കും മർദ്ദം കൂടുതൽ. അപ്പോൾ ആ കേസിൽ അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് കട്ട കൂടുതൽ മണലിലേക്ക് താഴും. അപ്പം ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് മർദ്ദവും പരപ്പളവും തമ്മിലുള്ള കണക്ഷനാണ്, വിപരീതാനുപാതമാണ്. പരപ്പളവ് കുറയുന്ന സമയത്ത് മർദ്ദം കൂടും, പരപ്പളവ് കൂടുന്ന സമയത്ത് മർദ്ദം കുറയും. അതാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. വ്യാപകമർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പ്രതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുകയും പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യും. ഇത് കാരണമാണ് പലകെട്ട് കഴിഞ്ഞാൽ വണ്ടിയിൽ ചളി താഴ്ന്നു പോകൂല എന്ന് ഡ്രൈവർ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണത്. ഇനി നിങ്ങൾ സ്കൂൾ ബാഗ്, ഇവിടെ ഒരു സ്കൂൾ ബാഗ് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ബാഗിൻ്റെ കൈ, നിങ്ങൾ തോളിലിടുന്ന സ്കൂൾ ബാഗിൻ്റെ കൈ എങ്ങനെയുള്ളതാണ്? വീതി കുറഞ്ഞതാണോ വീതി കൂടുതലുള്ളതാണോ? അത്യാവശ്യം വീതി ഉള്ളതാണല്ലേ, വീതി കൂടുതലുള്ളതാണ്. അപ്പം ഈ സ്കൂൾ ബാഗിനെ തന്നെ ചെറിയ ഒരു വീതിയൊന്നുമില്ലാത്തൊരു ചരടിൽ കെട്ടി നിങ്ങൾ ഉയർത്തുക. അതിന് ശേഷം ചിത്രത്തിലുള്ളതുപോലെ അതിൻ്റെ കൈ ഉപയോഗിച്ച് തന്നെ തോളിലിട്ട് വെക്കുക. അപ്പം എന്ത് വ്യത്യാസമായിരിക്കും തോന്നുക? ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എങ്ങനെ ഇടുന്ന സമയത്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം, അത് ക്യാരി ചെയ്യാനായിട്ട് എളുപ്പം തോന്നുക? ഇതിൻ്റെ കൈ ഉപയോഗിച്ച് തന്നെ തോളിലിടുന്ന സമയത്തല്ലേ, അല്ലെങ്കിൽ പൊക്കി നോക്കുന്ന സമയത്തായിരിക്കൂലേ കുറച്ചുകൂടെ ഒരു എളുപ്പം തോന്നുക ക്യാരി ചെയ്യാൻ? അതിന് പകരം ഒരു ചെറിയ ചരട് ഉപയോഗിച്ചൊക്കെ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഭാരം കൂടുതലായിട്ട് അനുഭവപ്പെടുകയല്ലേ ചെയ്യുക. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അവിടെയും നമുക്ക് മർദ്ദവും പരപ്പളവും തമ്മിലുള്ള കണക്ഷൻ ഉപയോഗിച്ച് അത് വിശദീകരിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഒരു ചെറിയ ചരട് ഉപയോഗിച്ച് ഉയർത്തുന്ന സമയത്ത് അവിടെ പരപ്പളവ് വളരെ കുറവാണ്. അപ്പം പരപ്പളവ് കുറവായിരിക്കുന്ന സമയത്ത് മർദ്ദം കൂടുതലായിരിക്കും. പരപ്പളവ് കുറവായിരിക്കുന്ന സമയത്ത് മർദ്ദം കൂടുതലായിരിക്കും. മർദ്ദം കൂടുതലാവുന്ന സമയത്ത് ഉയർത്തൽ പ്രയാസമാണ്. എന്നാൽ വീതിയുള്ള കൈ ഉപയോഗിച്ച് നമ്മൾ ഉയർത്തുന്ന സമയത്ത് അവിടെ പരപ്പളവ് കൂടുതലാണ്, അപ്പോൾ മർദ്ദം കുറവാണ്. മർദ്ദം കുറവായിരിക്കുന്ന സമയത്ത് അതിന് ക്യാരി ചെയ്യുക, അതിനെ ഉയർത്തുക അത്ര പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ തന്നെ വേറെയും സന്ദർഭങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മർദ്ദവും പരപ്പളവും തമ്മിലുള്ള ആ ഒരു
കണക്ഷൻ ഉപയോഗിച്ച് വിശദീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു കത്തി കൊടുത്തിട്ടുണ്ട്. കത്തീൻ്റെ വായ്ത്തല എങ്ങനെയായിരിക്കും? മുറിക്കുന്ന ഭാഗം വളരെ കനം കുറവായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് കനം കുറയ്ക്കുന്നത്? കനം കുറയ്ക്കുന്ന സമയത്ത് അവിടെ പരപ്പളവ് കുറയും, അപ്പോൾ മർദ്ദം കൂടും. മർദ്ദം കൂടുന്ന സമയത്ത് ആ കത്തി ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധനങ്ങൾ മുറിക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ചക്രത്തിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ആ ചക്രങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് വീതി കൂടിയ ചങ്ങലകൾ കൊണ്ടായിരിക്കും. അപ്പം അതെന്തിനു വേണ്ടിയിട്ടാണ്? വീതി കൂടുന്ന സമയത്ത് പരപ്പളവ് കൂടും, അപ്പം മർദ്ദം കുറയും. മർദ്ദം കുറയുന്ന സമയത്ത് നമുക്ക് ചളിയൊക്കെ ഉള്ള സ്ഥലത്തൂടെ അത് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അങ്ങനെ പെട്ടെന്ന് അത് താഴ്ന്നു പോകില്ല. പിന്നെ അടുത്തൊരു ചിത്രത്തിൽ എന്താ കൊടുത്ത്? ആണി കിടക്കയാണ്. ആണി തറച്ചിരിക്കുന്ന കിടക്കയാണ്. അതിൻ്റെ മുകളിൽ ഒരാൾ കിടക്കുക. അപ്പോൾ ഈ ആണി കിടക്കേൻ്റെ മുകളിൽ ആൾക്ക് കിടക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? കുറേ ആണി അതിൽ തറച്ചിട്ടുണ്ട്. കുറേ ആണി അതിൽ തറച്ചിരിക്കുന്ന സമയത്ത് അവിടെ പരപ്പളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ മർദ്ദം കുറവായിരിക്കും. മർദ്ദം കുറവായതുകൊണ്ട് ആണിക്കിടക്കയെ മേലെ ആൾക്ക് കിടക്കാനായിട്ട് സാധിക്കുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ, കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു ബന്ധം ഉപയോഗിച്ച് വിശദീകരിക്കാനായിട്ട് സാധിക്കും. പരപ്പളവ് കൂടുന്നു, മർദ്ദം കുറയുന്നു. മർദ്ദം കുറയുന്ന സമയത്ത് കെട്ടിടത്തിന് പ്രത്യേകിച്ചൊന്നും പറ്റൂല. കെട്ടിടം നല്ല സ്ഥിരതയോടുകൂടി നിൽക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വ്യാപകമർദ്ദം എന്താണെന്ന് പറഞ്ഞു, മർദ്ദം എന്താണെന്ന് പറഞ്ഞു, മർദ്ദത്തിൻ്റെ സമവാക്യം പറഞ്ഞു, മർദ്ദത്തിൻ്റെ യൂണിറ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞു, മർദ്ദവും പരപ്പളവും തമ്മിലുള്ള ബന്ധം പറഞ്ഞു, പിന്നെ അത് വെച്ച് വ്യത്യസ്ത സന്ദർഭങ്ങൾ വിശദീകരണം നൽകി, അതിന് കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ നോക്കി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ബൈ.